യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ സുരേഷ് കല്ലട ബസ് പോലീസ് പിടിച്ചെടുക്കും. മർദ്ദിച്ച 3 ബസ് ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. യാത്രക്കാരുടെ വിശദാംശങ്ങൾ നൽകാനും പോലീസ് നിർദ്ദേശം നൽകി. എം.എസ്. അനീഷ് കുമാർ ചേരുന്നു കൊച്ചിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അനീഷ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടികൾ ഏത് ഘട്ടത്തിലാണ്? സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ അനുസരിച്ചാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നുവല്ലോ. കുറച്ചുകൂടി ഗൗരവമായി പോലീസ് കാണുന്നുണ്ടോ ഈ വിഷയത്തെ? രഞ്ജിത്ത്, ജയേഷ്, ജിതിൻ എന്നിങ്ങനെ 2 ജീവനക്കാരാണ് ഇപ്പോൾ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഗിരിലാൽ എന്ന ഒരാൾ കൂടി യാത്രക്കാരെ മർദ്ദിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളെ അല്പസമയത്തിനകം കസ്റ്റഡിയിലെടുക്കും. എന്തായാലും മരടിലുള്ള കല്ലട ഓഫീസിൽ പോലീസ് നേരത്തെ എത്തിയിരുന്നു. അവിടെ വളരെ വിശദമായ പരിശോധനകൾ നടത്തി യാത്രക്കാരുടെ രേഖകളടക്കം പരിശോധിച്ചിരുന്നു. അവിടുത്തെ ജീവനക്കാരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഒപ്പം ഈ കല്ലട ഓഫീസിന് സമീപത്തുള്ള ചില ഹോട്ടലുകളുടെ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുകയുണ്ടായി. ഇതിന് ശേഷമാണ് ഇപ്പോൾ 2 ജീവനക്കാരെ, ജയേഷിനെയും അജിത്തിനെയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഒരാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. വകുപ്പുകൾ ചുമത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ ആലോചിക്കും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ ശക്തമായ വകുപ്പുകൾ ഒരുപക്ഷെ ഇനി ചുമത്തുന്നതിനും സാധ്യതയുണ്ട്. നിലവിൽ ഈ മർദ്ദനമേറ്റ യാത്രക്കാർ കൊച്ചിയിലില്ല. അവരിൽ പലരും തൃശ്ശൂരിലടക്കമുള്ള സ്ഥലങ്ങളിലാണ് ചികിത്സ തേടിയിരിക്കുന്നത്. അവർ അല്പസമയത്തിനകം കൊച്ചിയിലേക്ക് എത്തും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇവരിൽ നിന്നും മൊഴിയെടുക്കും. മൊഴിയെടുത്ത ശേഷമാവും കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 3 ജീവനക്കാർ ഇതിനകം പോലീസിന്റെ കസ്റ്റഡിയിലായി കഴിഞ്ഞിരിക്കുന്നു. രഞ്ജിത്ത്, അനീഷ്, ഇത്തരത്തിൽ യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ അന്യസംസ്ഥാനത്തിലേക്കൊക്കെ പോകുന്ന ബസ്സുകളുടെ പലവിധ കാര്യങ്ങൾ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ചാർജ് വർധനവടക്കമുള്ള വിഷയങ്ങളിൽ നിസ്സംഗത പാലിച്ചിരുന്ന സംവിധാനങ്ങളൊക്കെയാണ് നമ്മുടേത്. ഈ സംഭവമെങ്കിലും അവർ കണ്ടു തുറപ്പിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികൾ ഇനി ആവർത്തിക്കാതിരിക്കാനടക്കം സ്വീകരിക്കുക, ഇതിനൊരു പ്രത്യേക സംവിധാനങ്ങളും നിയന്ത്രണവും ഒക്കെ സൃഷ്ടിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടോ നമ്മുടെ നിയമ സംവിധാനങ്ങൾ? തീർച്ചയായും രഞ്ജിത്ത്, വളരെ ഒരു സമാന്തര സംവിധാനം പോലെയാണ് ബാംഗ്ലൂരിലേക്കുള്ള സ്വകാര്യ ലക്ഷറി ബസ്സുകളുടെ സർവീസ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം KSRTCയുടെ ഭാഗത്തുനിന്നും റെയിൽവേയുടെ ഭാഗത്തുനിന്നുമൊക്കെ ബംഗളൂരുവിലേക്ക് പോകുന്നതിന് മതിയായ യാത്രാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താറില്ല. നമുക്കറിയാം, ബാംഗ്ലൂരിലേക്കുള്ള ഐലൻഡ് എക്സ്പ്രസിനും മറ്റുമൊക്കെ നിന്ന് തിരിയാൻ പോലും ഇടമില്ലാത്ത വിധം തിരക്കാണ്. KSRTC ബസ്സുകളും ബുക്കിംഗ് നടത്തിയാൽ പോലും ടിക്കറ്റ് ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഇത്തരം ഒരവസ്ഥയാണ് സ്വകാര്യ ലക്ഷറി ബസ്സുകൾ യാത്രക്കാരെ കൊള്ളയടിക്കുന്ന തരത്തിലേക്ക് മാറുന്നത്. ബസ് ചാർജ് അടക്കം അമിതമായ നിരക്ക് ഈടാക്കുന്നു എന്ന പലപ്പോഴും പരാതികൾ ഉണ്ടാവാറുണ്ട്. നിയമവിരുദ്ധമായ പല പ്രവർത്തനങ്ങളും ലഹരി വസ്തുക്കൾ കടത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ. കിഷോർ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരനാണ്. കിഷോർ, ഈ സംഭവം അത് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം ഒരു വീഡിയോ വൈറലായപ്പോൾ മാത്രമാണ് ശ്രദ്ധയിൽപ്പെട്ടത്. അതിനപ്പുറം ഈ മറ്റു യാത്രക്കാരുടെ പ്രതികരണം എന്തായിരുന്നു ഇത്തരത്തിലൊരു മർദ്ദനവും ഗുണ്ടായിസവും ഒക്കെ സംഭവിച്ചപ്പോൾ? സോ അത് ആക്ച്വലി ബസ് ഒരു മണിയാകുമ്പോൾ ബ്രേക്ക് ഡൗൺ ആയി. 10 മണിക്ക് ബസ് സ്റ്റാർട്ട് ആയത് ഫ്രം തിരുവനന്തപുരം. സോ കല്ലട ഇത്ര ഒരു വലിയ കമ്പനി ആയിട്ട് പക്ഷെ ഒരു പ്രോപ്പർ ബാക്കപ്പ്, പ്രോപ്പർ റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. അവരെ വിളിച്ചപ്പോൾ ദി റെസ്പോൺസ് വാസ് വെരി റൂഡ്, ഹാർഷ്. അവർ പാസഞ്ചേഴ്സിനെ ചീത്ത പറയാൻ തുടങ്ങി. അപ്പോൾ 2-3 പേര് ദേ ഗോട്ട് offended and they started hitting the people, I mean driver and the cleaner. So only when the company... Hello? Kishore, parnolu kekam. Ade. When the Kallada was not responding properly, only then they started getting violated. Okay. So actually they should have avoided that. But still it happened. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബാക്കപ്പ് വണ്ടി ഓൾമോസ്റ്റ് ഒരു 3 മണി കഴിഞ്ഞിട്ട് ഇന്നൊരു വണ്ടി വന്നു. സോ ഓൾ ദ പാസഞ്ചേഴ്സ് അവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. ദർ വർ ഫീമെയിൽസ് ഇൻ ദ ബസ്. ഇറ്റ് വാസ് വെരി ബാഡ് സിറ്റുവേഷൻ. ഇത്ര ആയിട്ട് പിന്നെ ഒരു 3 hours കഴിഞ്ഞിട്ട് ബാക്കപ്പ് വണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ½ an hour പിന്നെ അവരുടെ ആൾക്കാർ വന്നു ഇവരിനെ അടിക്കാൻ. ദാറ്റ് വാസ് ലൈക്ക് കംപ്ലീറ്റ്ലി നോട്ട് ആക്സെപ്റ്റബിൾ. ഈ കിഷോർ സ്ഥിരമായി യാത്ര ഈ കല്ലട ബസ്സിലൊക്കെ ചെയ്യുന്ന ആളാണോ? ആണ്. ഇതിനു മുൻപ് സമാനമായ സംഭവങ്ങൾ, ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ പെരുമാറ്റങ്ങൾ? നോർമൽ ബസ് ബ്രേക്ക് ഡൗൺ ആവുന്നത് നോർമൽ ആണ്. പക്ഷെ ഒരു പ്രോപ്പർ ബാക്കപ്പ് ഉണ്ടാവും ഇത്ര ഒരു വലിയ കമ്പനി ആയിട്ട്. ബട്ട് ഇങ്ങനെ ആൾക്കാരിനെ, പാസഞ്ചേഴ്സിനെ അടിക്കുന്നതൊക്കെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഐ മീൻ ഇറ്റ് വാസ് വെരി ഹോറിബിൾ എക്സ്പീരിയൻസ്. അതായത് ഈ ബസ് ബ്രേക്ക് ഡൗൺ ആയതിനു ശേഷം പകരം ബസ് എത്തിയില്ല, അത് ചോദ്യം ചെയ്തു 1-2 യാത്രക്കാർ. അവരെ എറണാകുളത്ത് എത്തിയപ്പോൾ ഈ ബസ്സിലെ ജീവനക്കാർ കൂടുതൽ പേരായി എത്തി മർദ്ദിക്കുകയായിരുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. എക്സാക്ട്ലി. അപ്പോൾ മറ്റു യാത്രക്കാരുടെ പ്രതികരണം എന്തായിരുന്നു? അവരാരും കാര്യമായി റെസ്പോണ്ട് ചെയ്തില്ല എന്നൊക്കെ ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്.
അതെ, ആരും ഒന്നും എക്സാക്ട്ലി ഒന്നും റെസ്പോൺസ് ഇല്ല. ബിക്കോസ് അവനെ കാണുമ്പോലെ നല്ല റൗഡികൾ പോലെ ഉണ്ടായിരുന്നു അടിക്കാൻ വന്ന ആൾക്കാർ. സോ അപ്പോൾ ലൈക്ക് എവരിബഡി വർ അഫ്രൈഡ് ടു ഇന്റർഫിയർ. അതിനുശേഷം ഇവരെ പിടിച്ചിറക്കി കൊണ്ടുപോവുകയായിരുന്നു ഈ യാത്രക്കാരനെ. അവരെ ബസ്സിനെ ഇറങ്ങിയിട്ട് നോർമൽ ബസ് അങ്ങനെ വിട്ടു. ആ 3 പേര് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എന്തായി ആർക്കും അറിയില്ല. ഐ മീൻ അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു പറഞ്ഞു. സിറ്റുവേഷൻ കുറച്ച് ക്രിട്ടിക്കൽ ആയിരുന്നു. അതൊക്കെ അറിഞ്ഞു. അപ്പൊ അവരുടെ ലഗേജുകൾ, ഫോണ് ഒക്കെ ലഗേജ്, ഫോണും എല്ലാം പുറത്തു ഇറങ്ങിയിട്ട് അവര് ബസ്സിനെ പുറത്താക്കി. അതിനുശേഷം ബസ് യാത്ര തുടർന്നു. ബസ് യാത്ര തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ പോലീസ് വന്നു, ബസ്സിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് എൻക്വയറി ചെയ്തു, പിന്നെ വിട്ടു ബസ്സിന്. ഈ കിഷോർ, താങ്കൾ അടക്കം ഈ സംഭവം ഇപ്പൊ കേസായിട്ടുണ്ട്, നടപടികൾ എടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്, ബസ് പിടിച്ചെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സാക്ഷി പറയാനും ഈ സംഭവങ്ങൾ പോലീസിൽ വിശദീകരിക്കാനും ഒക്കെ നിങ്ങളടക്കം തയ്യാറാകുമോ? ഒരു പ്രോബ്ലം ഇല്ല, ഐ ആം റെഡി. ഓക്കെ, ശരി കിഷോർ, വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. ഇപ്പോൾ MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഈ പോലീസിന്റെ നടപടി, ഈ ബസ് പിടിച്ചെടുക്കുന്നതിലപ്പുറം ഇത് നേരത്തെ ഞാൻ ചോദിച്ചതുപോലെ ചെറിയ കേസ് ചുമത്തി വിടുന്നതിന് പകരം കൂടുതൽ കാര്യമായ നടപടികളിലേക്ക്, ഗൗരവകരമായ കാര്യങ്ങളിലേക്ക് ഭാവിയിൽ ഇത് ആവർത്തിക്കാതിരിക്കത്തക്ക രീതിയിലേക്ക് പോകാൻ പോലീസ് ഇപ്പോൾ ശ്രദ്ധ ചെലുത്തുന്നുണ്ടോ ഈ വിഷയത്തിൽ? കല്ലട ബസ് പിടിച്ചെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പോലീസ്. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് ബസ് ഹാജരാക്കാൻ നിർദ്ദേശം, മരട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്യസംസ്ഥാന ബസ്സുകാരുടെ ക്രൂരതകൾ, മർദ്ദനം, അവരുടെ യാത്രക്കാരോടുള്ള മയമില്ലാത്ത പെരുമാറ്റം, ഇതൊക്കെ പലതവണ വാർത്തയായ സംഭവങ്ങളാണ്. ഇന്നലെ നടന്ന സംഭവം ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ, കഴിഞ്ഞ ദിവസം നടന്ന ദൃശ്യങ്ങൾ കാണുന്നത് പോലെ, ഒരു യാത്രക്കാരൻ ബസ് ബ്രേക്ക് ഡൗൺ ആയതിനു ശേഷം വൈകാനെത്തിയതിനെ ചോദ്യം ചെയ്ത യാത്രക്കാരനെ ക്രൂരമായി മർദ്ദിക്കുന്നു ബസ് ഉടമയും ഒപ്പം ഗുണ്ടകളും ചേർന്ന്. അത് സമൂഹ മാധ്യമങ്ങളിൽ ഒരു യാത്രക്കാരൻ എടുത്ത വീഡിയോ വൈറലായതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ബസ് ഹാജരാക്കാൻ ഇപ്പോൾ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നു. ജീവനക്കാർക്കെതിരെ കേസെടുക്കുന്നു. അപ്പോഴും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഈ മേഖലയിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ, യാത്രാ കൂലി അടക്കമുള്ള കാര്യങ്ങളിൽ അതിനെന്ത് മാർഗം സ്വീകരിക്കും, എന്ത് നടപടിയെടുക്കും നമ്മുടെ സംവിധാനങ്ങൾ എന്നത് ഏറ്റവും വലിയ പ്രസക്തമായ ഒരു ചോദ്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഞാൻ നേരത്തെ ചോദിച്ചത് അനീഷ് കേട്ടിരുന്നില്ല എന്ന് തോന്നുന്നു. ഈ കൂടുതൽ ഗൗരവകരമായ രീതിയിൽ ഈ കാര്യം കൈകാര്യം ചെയ്യാൻ പോലീസ് ശ്രമം നടത്തുന്നുണ്ടോ? ഇപ്പോൾ ചെറിയ കുറ്റം ചുമത്തി എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ യാത്രക്കാരൻ പറഞ്ഞതനുസരിച്ച് നോക്കിയാൽ വലിയ ഗുണ്ടായിസമാണ് ബസ്സിനുള്ളിൽ നടന്നത്. തീർച്ചയായും ആദ്യഘട്ടത്തിൽ ലഭ്യമായ തെളിവുകളും ലഭിച്ച വിവരങ്ങളും അനുസരിച്ചാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ മർദ്ദനത്തിനിരയായ യുവാക്കളുടെ മൊഴിയെടുത്ത ശേഷം മറ്റു കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച ശേഷം കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് തികച്ചും ഗുണ്ടായിസം ആണ് എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് ഇക്കാര്യത്തെ കണക്കിലെടുക്കുന്നത്. കാരണം സ്വകാര്യ ലക്ഷറി ബസ് ഉടമകളുടെ ഭാഗത്തു നിന്നും നിരന്തരം ഇത്തരം പരാതികൾ ഉയരാറുണ്ട്. പക്ഷെ പലപ്പോഴും യാത്രയിലെ തിരക്ക് മൂലവും കൂടുതൽ സങ്കീർണതകളിലേക്ക് നീങ്ങേണ്ടതില്ല എന്ന തീരുമാനം മൂലവും പല യാത്രക്കാരും ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവാകുകയും കേസ് കൊടുക്കുന്നതിനടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് പോലീസ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൃത്യമായ ഒരു പരാതി ലഭിക്കുകയും ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകളുമുള്ള സാഹചര്യത്തിൽ കൃത്യമായ നടപടികളിലേക്ക് നീങ്ങും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആദ്യ ഘട്ടത്തിൽ ചേർത്തിരിക്കുന്ന വകുപ്പുകൾക്കപ്പുറം കൂടുതൽ വകുപ്പുകൾ ഈ കേസിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. രഞ്ജിത്ത്, ഡിജോ കാപ്പനും ചേരുന്നു. ഡിജോ കാപ്പൻ, ഒരു സമാന്തര സംവിധാനം പോലെ യാതൊരു നിയന്ത്രണവുമില്ലാതെ, നിയമ സംവിധാനങ്ങൾ ഒന്നും പാലിക്കാതെ തോന്നുന്ന പടി സർവീസ് നടത്തുന്നു, തോന്നുന്ന പടി യാത്രാ കൂലി വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ യാത്രക്കാർക്ക് മർദ്ദനവും. എങ്ങനെ നിയന്ത്രിക്കണം ഈ ബസ് സംവിധാനത്തെ? കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പാരലൽ സർവീസ് സിസ്റ്റമാണിത്. നിയമപരമായി ഇവർക്ക് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാൻ മാത്രമേ ഇവർക്ക് അനുവാദമുള്ളൂ. പക്ഷെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന വണ്ടി കൊല്ലത്തും അതുപോലെ തന്നെ ആലപ്പുഴയിലും ചേർത്തലയിലും എറണാകുളത്തും ഒക്കെ ആളെ എടുക്കുന്നുണ്ട്. ഇത് കൃത്യമായ പരിശോധന ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഉത്സവ കാലങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിനൊക്കെ വരുന്നവരുടെ കയ്യിൽ നിന്ന് വിമാനത്തിൽ വരുന്നതിനേക്കാൾ കൂടുതൽ കൂലിയാണ് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ അത്രയും പണം കൊടുത്തു വരുന്ന യാത്രക്കാരന് പുഷ്പാക് സീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പുഷ്പാക് സീറ്റിലോട്ട് പിടിച്ചിരുത്തിയിട്ട് മർദ്ദിക്കുന്ന സ്ഥിതി വന്നിരിക്കുകയാണ്. അതുപോലെ കേരളത്തിലെ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ പോലീസും ഇക്കാര്യത്തിൽ കർശനമായ നടപടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പാരലൽ സർവീസുകൾ അവസാനിപ്പിക്കാം. അതോടൊപ്പം തന്നെ KSRTCയുടെ കയ്യിലുള്ള കൂടുതൽ സർവീസുകൾ ഈ സമയത്ത് ഉപയോഗപ്പെടുത്തി കൂടുതൽ ആളുകൾക്ക് ഈ അവധിക്കാലങ്ങളിലും തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലും കൂടുതൽ സർവീസുകൾ
കേരളത്തിലേക്ക് വരാനും തിരിച്ചു പോകാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയാൽ നന്നാവും. നമുക്കറിയാം കേരളത്തിലേക്ക് റെയിൽവേയില് കഴിഞ്ഞ കുറെ കാലങ്ങളായി ബാംഗ്ലൂരിലേക്ക് സർവീസുകൾ തുടങ്ങണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം ഒരു പുതിയ സർവീസ് തുടങ്ങിയിട്ട് അത് പാതിരാ സമയത്ത് ബാംഗ്ലൂർ എത്തുന്നത് പോലെ അല്ലെങ്കിൽ നട്ടുച്ച സമയത്ത് ബാംഗ്ലൂർ എത്തുന്നത് പോലെയാണ് ആ സർവീസുകൾ ഷെഡ്യൂൾ ചെയ്തത്. അക്കാര്യത്തിൽ പോലും ഇവരുടെ ഒരു സ്വാധീനം, അതായത് രാവിലെ ഒരു 8 മണിക്ക് 7 മണിക്കൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തുന്ന ജീവനക്കാർക്ക് അന്നത്തേക്ക് ജോലിക്ക് പോകാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള സർവീസുകൾ അട്ടിമറിക്കുന്നതും ഇത്തരത്തിലുള്ള ആളുകളാണ്. ശരി, നന്ദി ശ്രീ ഡിജോ കാപ്പൻ. ഇപ്പോൾ അഡ്വക്കേറ്റ് ബെന്നി ജോസഫും ചേരുന്നു, ജനപക്ഷത്തിന്റെ പ്രതിനിധിയായ. ശ്രീ ബെന്നി ജോസഫ്, ഇത്തരത്തിൽ ഈ അന്യസംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ബസ്സുകളുടെ കാടത്തം, അത് ഇന്നലെ നമ്മൾ ഈ ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ്. യാത്രക്കാരെ മർദ്ദിക്കുന്ന അടക്കമുള്ള രീതിയിൽ അവർ നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത്. പോലീസ് സംവിധാനങ്ങളൊന്നും കാര്യമായി ഇടപെടുന്നില്ല എന്ന ആക്ഷേപവുമുണ്ട്. ഇവരെ നിയന്ത്രിക്കാൻ എന്ത് കാര്യങ്ങൾ ചെയ്യണം? നമ്മൾ ഈ ചർച്ച കുറച്ച് കഴമ്പുള്ള രീതിയിൽ ജനോപകാരപ്രദമായി ഈ തെരഞ്ഞെടുപ്പിൽ ചിന്തിക്കാൻ വേണ്ടി എടുത്ത ഈ വിഷയം നമ്മുടെ ഓരോ സഹോദരന്മാരും ഒന്ന് കേൾക്കണം. ന്യൂസ് 18 ആദ്യം തന്നെ ഇത് പറയണം, ഒരു ജനകീയ പ്രശ്നം എടുക്കാനൊന്നും ഇവിടെ ആർക്കും നേരമില്ല. ഇത് ആ കുട്ടികളെ മർദ്ദിക്കുന്ന സീൻ നമ്മൾ കാണുന്നുണ്ട്. അത് തിരുവനന്തപുരത്ത് നിന്ന് അവര് 2-3 തൊഴി കൊടുത്തിട്ട് കൊല്ലം വഴി ആലപ്പുഴ വൈറ്റില എത്തിയപ്പോൾ കൂട്ടം ചേർന്ന്, സംഘം ചേർന്ന് അവനെ വീണ്ടും മർദ്ദിച്ച് വലിച്ചു പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പോലീസ് ഡിവൈഎസ്പി ആരായിരിക്കണം, എറണാകുളം കമ്മീഷണർ ആരായിരിക്കണം, എന്ത് കേസെടുക്കണമെന്ന് തീരുമാനിക്കണ പോലീസാണ് ഇവിടെ. എന്നെ ശ്രവിക്കുന്ന വോട്ടർമാരോടാണ് ഞാൻ പറയണത്, ഇവിടെ ഈ ഗുണ്ടകളെയും ഡ്രഗ് മാഫിയയെയും ഭൂമി മാഫിയയെയും ഒക്കെ വളർത്തുന്നത് LDFും UDFും BJPയും തന്നെയാണ്. കാരണം ഞാനൊരു പൊതുപ്രവർത്തകനായതുകൊണ്ട് പറയുവാണ്, പല കേസുകളും ഇന്ന് പോലീസ് സ്റ്റേഷനും കോടതിയും അല്ല കേരളത്തിലും ഇന്ത്യയിലും തീർക്കുന്നത്. ഈ കല്ലട എന്ന് പറയണതിന്റെ വലിയ മുതലാളിയും ഇവിടുത്തെ മുഖ്യമന്ത്രിയും DGPയും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ കേന്ദ്രത്തിലെ ഏതെങ്കിലും നേതാവുമായിട്ട് കല്ലടയുടെ ആളുടെ ബന്ധമാണ് വൈറ്റിലയിൽ പോലീസ് വന്നിട്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് ആ ബസ്സിലെ ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുക്കാതെ ഇവരെ ആശുപത്രി കൊണ്ടുപോയി ചികിത്സിക്കാൻ ഇവരെന്താ ആംബുലൻസ് സർവീസാണ്. അപ്പോൾ ഇവിടെ നിയമം ഇന്നും എങ്ങനെ പോണമെന്ന് തീരുമാനിക്കുന്ന നമ്മൾ തെരഞ്ഞെടുക്കുന്ന ക്രിമിനലുകളാണ്. ഇവിടെ ഈ ഗുണ്ടായുസം മുഴുവൻ നടക്കുന്നത്. ഞാനൊക്കെ ഇതിന്റെ അനുഭവം കൂടി ആയിരുന്നു. കാരണം ഞാനൊരു പൊതുപ്രവർത്തകൻ ആവണതിന് മുമ്പ് ബിസിനസ്മാൻ ആയിരുന്നു. എനിക്ക് ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലോ എനിക്കൊരു ബിസിനസ്സോ ചെയ്യണമെങ്കിൽ ഇവിടെ പാർട്ടികൾക്ക് ഇത്ര രൂപ കൊടുത്താൽ മാത്രമേ എനിക്കിത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ നമ്മളെ പല വിധത്തിൽ ദ്രോഹിക്കും. അതുകൊണ്ടാണല്ലോ ഇവിടുത്തെ വമ്പൻ മുതലാളിമാരൊക്കെ ഒരു MLAയുടെയും പഞ്ചായത്ത് മെമ്പറിന്റെ മുമ്പിൽ വലിയ പത്മശ്രീ കിട്ടിയ കോടീശ്വരന്മാർ, ഇവിടുത്തെ വലിയ വലിയ ഷോപ്പിംഗ് മാൾ നടത്തണതും വലിയ സിനിമാ നടന്മാർ വരെയും ഒരു MLAയുടെയും പഞ്ചായത്ത് മെമ്പറിന്റെ മുമ്പിൽ കുനിഞ്ഞു വളഞ്ഞു ഓച്ചാനിച്ചേ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഇവരെ ഒതുക്കും. ഈ കല്ലട ബസ്സിൽ നടന്ന തെരുവ് ഗുണ്ടായിസം ശരിക്കും നമ്മുടെ മക്കൾക്കാണെന്നൊന്ന് ചിന്തിക്കണം. ആ ഇടി കിട്ടിയ മക്കൾ നമ്മുടെ മക്കളാണെന്ന് ഒരു മിനിറ്റ് ഒന്ന് എല്ലാവരും ചിന്തിച്ചാൽ ഇവിടെ നിയമം നടപ്പാക്കുന്ന പോലീസ് എന്തായിരുന്നു ചെയ്യേണ്ടത്? വൈറ്റിലയിൽ വെച്ച് ആ ഡ്രൈവറെയും ഇവരെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ച് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് രണ്ടുപേരെയും ചോദ്യങ്ങൾ ചോദിക്കാണ്ട് ഈ സമാധാനിപ്പിച്ചു വിടാൻ എന്താ ഇവര് പള്ളിയിലെ പാതിരിമാരാ? എനിക്കറിയാം ഇതിന്റെ അകത്ത് രാഷ്ട്രീയ ഇടപെടലുകൾ. മോളിൽ നിന്നുള്ള തമ്പുരാന്മാരുടെ വിളികൾ പോലീസ് സ്റ്റേഷനിൽ വന്നാൽ ആടിനെ പട്ടിയാക്കുന്ന പോലെ വാദി പ്രതിയും പ്രതിവാദിയുമാവുന്ന ഒത്തിരി സംഭവങ്ങൾ. 73 വർഷം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് വിദ്യാഭ്യാസം കൂടുതലുണ്ടെന്ന് അഹങ്കരിക്കുന്ന മലയാളികളുടെ ഇടയിൽ പോലും ഗുണ്ടകൾക്കാണ് ഇന്ന് സ്ഥാനം, കള്ളന്മാർക്കാണ് സ്ഥാനം. 23-ാം തീയതി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഗുണ്ട ആരാണെന്നും കൈവെട്ടണ ആരാണെന്നും കള്ളന്മാരാരാണെന്നും വർഗീയത പറയണ ആരാണെന്നും പറഞ്ഞില്ലെങ്കിൽ ഈ ചർച്ച തുടർന്നു. ശരി, നന്ദി അഡ്വക്കേറ്റ് ബെന്നി ജോസഫ്, താങ്കളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്. ജിതിൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ. ജിതിൻ, താങ്കൾ ഈ സംഭവം വ്യക്തമായി മനസ്സിലാക്കിയ ഒരാളാണെന്ന് കരുതുന്നു. താങ്കളുടെ പ്രതികരണം എന്താണ്? തീർച്ചയായും സാർ, ഞാൻ സ്ഥിരമായി ബാംഗ്ലൂരിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ശരി സാർ, ഈ കല്ലട ബസ്സിൽ മാത്രമല്ല, ഈ നമ്മുടെ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന മിക്ക ബസ്സുകളിലും ഇവരെല്ലാം ഒരു മാഫിയാണ്. ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഗുണ്ടാ പ്രവർത്തനമാണ് ഈ കൂടുതലും ഡ്രൈവേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ആരും മനസ്സിലാക്കാത്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മിക്ക ഡ്രൈവേഴ്സും രാത്രിയിലും മദ്യപിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്.
അതുപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത്, ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയിൽ ഒരു പ്രായമായുള്ള ഒരു വ്യക്തി യൂറിൻ പാസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവർ വണ്ടി നിർത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ടും പ്രായമുള്ള വ്യക്തി, ഈ ഷുഗറുള്ള പേഷ്യൻസിനൊക്കെ തീർച്ചയായിട്ടും ഇത്രയും ലോങ് യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് യൂറിൻ പാസ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ ഇവർ വണ്ടി നിർത്തത്തില്ല. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. വലിയൊരു മാഫിയ തന്നെയാണ് ഇവർ. തീർച്ചയായും അത്തരത്തിലാണ് ജിതിൻ്റെ അഭിപ്രായം. ജിതിൻ സ്ഥിരമായി ബസ്സിൽ ഇത്തരത്തിൽ അന്യസംസ്ഥാനത്ത് ബസ്സുകളിൽ ബാംഗ്ലൂരിലേക്കടക്കം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നിരവധി പരാതികൾ ഇത്തരത്തിൽ ഉയർന്ന സാഹചര്യമുണ്ട് അന്യസംസ്ഥാന ബസ്സുകളുടെ സർവീസുകളെക്കുറിച്ച്. പക്ഷേ ആ മേഖലയിൽ കൃത്യമായ ഇടപെടൽ നമ്മുടെ സംവിധാനങ്ങൾ വരുത്തുന്നുണ്ടോ? അവരെ നിയന്ത്രിക്കാൻ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? വലിയ മാഫിയകളാണ് നിയന്ത്രിക്കുന്നത് ഇത്തരം ബസ് സർവീസുകൾ, അന്തർ സംസ്ഥാന ബസ്സുകളടക്കം. നമുക്കറിയാം ഓണക്കാലത്തും ക്രിസ്മസ് കാലത്തുമൊക്കെ തോന്നും പടി യാത്രക്കാരെ ചാർജ് വർധനവ് വരുത്തി പിഴിയുന്ന ഒരു സംവിധാനം, അതിനെപ്പോലും ചോദ്യം ചെയ്യാൻ നമ്മുടെ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ അതിന് പകരം നമ്മുടെ യാത്രക്കാർക്ക് ഒരുക്കി കൊടുക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്കാകുന്നില്ല എന്ന വിഷ്ണു കരുനാഗപ്പള്ളിയിൽ നിന്നും ചേരുന്നു. വിഷ്ണു, താങ്കൾക്ക് പറയാം ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണം. തീർച്ചയായിട്ടും ഞാൻ ഈ വാർത്ത കണ്ടിടം പോലെ വളരെ വിഷമത്തിലുണ്ട്. കാരണം കുറെ വർഷങ്ങൾക്ക് മുമ്പ്, 2 വർഷത്തിന് മുമ്പാന്ന് തോന്നി, കല്ലട ബസ്സുമായിട്ട് ഞാനൊരു ബാംഗ്ലൂർ ട്രിപ്പ് പോയ സമയത്ത് വളരെ ബാക്കിലോട്ടാണെങ്കിൽ ഒരു സീറ്റിലും ആളില്ല. അപ്പൊ എനിക്ക് വിൻഡോ സീറ്റിലോട്ട് ഇരിക്കണം എന്നൊരു താല്പര്യം തോന്നി ഞാൻ വിൻഡോ സീറ്റിലോട്ട് ഇരുന്നപ്പോ തന്നെ ഇതിലൊരു ജീവനക്കാരൻ വന്നിട്ട് ഫസ്റ്റിലെ തുടങ്ങിയത് പച്ചത്തെറിയാണ്. ഒരു ദാക്ഷിണ്യത്തൊക്കെ, എന്നാൽ ജസ്റ്റ് ഒന്ന് മാറിയിരിക്കൂ, നിങ്ങളുടെ സീറ്റല്ല, വേറെ ആൾ വരുമ്പോൾ അത് ഞാൻ പറഞ്ഞു, നോക്കി ഞാൻ വേറെ ആൾ വരുമ്പോൾ മാറിക്കോളാം. അത് പറയുന്നതിന് മുമ്പേ എന്റെ കോളറെ കീറി പിടിക്കുക. ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്കുള്ളിലുണ്ട്. നമുക്കിത് തുറന്ന് പറയാൻ പലപ്പോഴും പേടിയാണ്. ഞാനൊരു യുവാവാണ്, ഞാൻ ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ തുറന്ന് പറയാൻ പലപ്പോഴും പേടിയാവുന്ന വെച്ചാൽ ഇവരൊക്കെ വളരെ വലിയ ഗുണ്ടായുസവും വളരെ വലിയൊരു മാഫിയാണ്. ഈ ഡ്രഗ് മാഫിയ പോലെ വളരെ വലിയൊരു മാഫിയാണ്. ഇവർക്കെതിരെ നമ്മൾ ആര് ശബ്ദിക്കുന്നു അവരുടെയൊക്കെ ജീവൻ കളയുക, അല്ലെങ്കിൽ അവരെ കയ്യേറ്റം ചെയ്യുക, അല്ലെങ്കിൽ രാഷ്ട്രീയം ഉപയോഗിച്ച് സർക്കാർ സിസ്റ്റം ഉപയോഗിച്ച് അവരെയൊക്കെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇത് ഈ സമയത്തെങ്കിലും നമ്മളിത് പ്രതികരിച്ച് ഇവർക്കെതിരെ നടപടി എടുത്തില്ലെന്നുണ്ടെങ്കിൽ വളരെ വളരെ വലിയ അപകടത്തിലേക്ക് ഈ നടത്തിപ്പെടും. തീർച്ചയായും വിഷ്ണു കരുനാഗപ്പള്ളിയിൽ നിന്ന് വിഷ്ണുവാണ് തൻ്റെ അനുഭവം പങ്കുവെക്കുകയും ഈ വിഷയത്തിലുള്ള രോഷം പങ്കുവെക്കുകയും ചെയ്തത്. ഇതിനടക്കം നിരവധി പ്രേക്ഷകർ. റിയാസ് എന്ന പ്രേക്ഷകൻ എറണാകുളത്ത് നിന്നും. റിയാസ്, പറയാം. ഒരു ജീവനക്കാരനും തന്നെയാണ് ഞാൻ. ബസ്സായാലും ഓട്ടോറിക്ഷ ആയാലും പല രീതിയിലും ഞാനൊരു ജീവനക്കാരൻ തന്നെയാണ്. ഈ മർദ്ദിക്കാനുണ്ടായ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒരു ചെറിയ കാരണം ഒന്നുമില്ല. ബസ് 3.5 മണിക്കൂർ ബ്രേക്ക് ഡൗൺ ആയി കിടന്നു ഹരിപ്പാട്ട്. അത് പകരം സംവിധാനം ഏർപ്പെടുത്തേണ്ട ബാധ്യത അവർക്കുള്ളതാണ്. അവർ ചെയ്തില്ല, അത് ചോദ്യം ചെയ്തു യാത്രക്കാരൻ, അത്ര മാത്രമേ ഉള്ളൂ. അത് മാത്രമാണോ എന്ന് ശരിക്കും നോക്കണം. എന്ന് പറയൂ, കല്ലട സർവീസ് ബസ്സുകൾക്ക് 1-2 ബസ്സുകൾ മാത്രമല്ല അവർക്കുള്ളത്. അതെ, അതുകൊണ്ട് തന്നെയാണല്ലോ പകരം സംവിധാനം അവർക്ക് ഏർപ്പെടുത്താൻ വലിയ പ്രയാസവുമില്ല. അല്ല, 325ഓളം ബസ്സുകൾ നിലവിലുള്ള ആൾക്കാരാണ് അവര്. അവർക്ക് ഒരു പിന്നെ ബ്രേക്ക് ഡൗൺ ആവുക, വണ്ടിക്ക് കംപ്ലൈന്റ് വരിക, അത് സ്വാഭാവികമാണ്. നട്ടും ബോൾട്ടിൽ ഓടുന്ന ഒരു റിയാസ്, ഇതിങ്ങനെ ഇത്ര ലാഘവത്തോടെ ഈ വിഷയത്തിൽ നിങ്ങൾ കാണരുത്. നിങ്ങൾ ജീവനക്കാരനായതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തന്നെ അർഹനല്ല. ഇങ്ങനെ ഇത്ര ലാഘവത്തോടെ കാണരുത്, അവരെ ന്യായീകരിക്കരുത്. ഇത്രയും യാത്രക്കാർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ താങ്കൾ ന്യായീകരിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് വലിയ കഷ്ടമാണ്. ദൃശ്യങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ദൃശ്യങ്ങൾ ഇതുപോലെ ക്രൂരമായി മർദ്ദിക്കുക എന്ന് താങ്കളുടെ അനിയനെയോ സഹോദരനെയോ ഇങ്ങനെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ ഇങ്ങനെ പറയുമോ? ഞാൻ ചോദിക്കുന്നുള്ളൂ, ക്രൂരമായി മർദ്ദിച്ചതിന്റെ കാരണം എന്താണ്? ഈ കാരണം പലരും പറഞ്ഞുവല്ലോ. ഒപ്പം യാത്ര ചെയ്ത ആളുകൾ പോലും ആ കാരണം വ്യക്തമായി നമ്മളോട് അല്പം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് മർദ്ദിച്ചത്. യാത്രക്കാര് അവരുടെ ഉദ്ദേശം എന്താണ്? അവർക്ക് എത്തിപ്പെടാമെന്നാണ് അവരുദ്ദേശിക്കുന്നുള്ളത്. അല്ലാതെ അവര് അതിനകത്ത് കൂടുതൽ നോക്കുന്ന സാഹചര്യങ്ങൾ അവർക്ക്. റിയാസ്, ദയവായി, വലിയ കഷ്ടമാണ്. താങ്കളെ പോലുള്ളവർക്ക് ഇത്തരം പ്രതികൾ വളരെ കഷ്ടമാണ്. ദയവായി നന്ദി, വളരെയധികം നന്ദി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതിന്. മറ്റൊരു പ്രേക്ഷകരിലേക്കും പോകേണ്ടതുണ്ട്. ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു മർദ്ദനം അത് നടന്നിട്ടും അരുൺ എന്ന പ്രേക്ഷകൻ എറണാകുളത്ത് നിന്ന്. അരുൺ, പറയാം. ഞാൻ ഈ കല്ലട ബസ്സിൽ സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എറണാകുളം ട്രിവാൻഡ്രം, ഞാൻ ടെക്നോപാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ സ്ഥിരം യാത്ര ചെയ്യുന്നതാണ്. അപ്പൊ ഇവരുടെ ഇതൊരു സ്ഥിരം പരിപാടിയാണ്. ഇവരുടെ ഈ ബസ് നിന്ന് പോവാന്നുള്ളത് എല്ലായ്പ്പോഴും ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ബസ്സുകൾ എറണാകുളം വരുമ്പോഴത്തേക്കും നിർത്തിയിടുകയും അവിടെ നിന്നുള്ള ആൾക്കാരെ ആ ബസ്സിൽ നിന്ന് ഇറക്കി വേറെ ഏതെങ്കിലും ലോക്കൽ ബസ്സിലോ അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന ഏതെങ്കിലും പഴയ ബസ്സിൽ കയറ്റി പാതിരാത്രി 2:30-3 മണിയാകുമ്പോഴത്തേക്കും മാറ്റി കയറ്റുന്നത് ഇവരുടെ സ്ഥിരം സ്വഭാവമാണ്. അത് കംപ്ലൈന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ആരെടുത്തും ചെന്ന് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം ഭയങ്കര റൂഡാണ്. അവർ ഭയങ്കര റൂഡായിട്ടാണ് പെരുമാറുന്നത്. അവരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല, ഒരു ക്ലിയർ ആയിട്ട് റിപ്ലൈ കിട്ടില്ല. ഇവർക്ക് ഉണ്ടായിരുന്ന അനുഭവം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പകുതി മുക്ക ആൾക്കാരും അവിടെ റിയാക്ട് ചെയ്യാതിരിക്കുന്നത്. ഈ ഇടയ്ക്ക് തന്നെ ഒരു സംഭവം ഉണ്ടായി. ബാംഗ്ലൂരിൽ നിന്ന് വന്ന വണ്ടി എറണാകുളത്ത് നിന്ന് ഞാൻ കയറി
കഴിഞ്ഞ കുണ്ടന്നൂർ എത്താൻ നേരത്ത് വണ്ടി നിന്ന് പോയി. വണ്ടി അതൊരു വണ്ടിത്താവളത്തിൽ കൊണ്ടുപോയി ഇടുകയും ചെയ്തു. ഒരു 1.5 മണിക്കൂർ അവിടെ വർക്ക്ഷോപ്പിലായിട്ട് ഇട്ടിരുന്നു. വെളിച്ചമില്ല, വെള്ളമില്ല, ഒരു വാഷ്റൂം ഫെസിലിറ്റി ഇല്ല, അകത്ത് കറണ്ടും ഇല്ല. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയത്തുമില്ല, പുതിയ വണ്ടി ഇട്ടതുമില്ല. അപ്പൊ ഇതേ കണക്കുള്ള ഇഷ്യൂസ് ഇവരുടെ സ്ഥിരമായിട്ട് വരുന്നതാണ്. അപ്പോ ഇത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടത്തില്ല. ഈ കുട്ടികൾക്ക് അടി കിട്ടിയത് ഒരു എന്താ പറയാ, ഇവരുടെ സ്ഥിരം സംഭവം തന്നെയാണ്. അപ്പോ ഇതിനൊരു സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കണം. അല്ലെങ്കിൽ ഇവർക്ക് തന്നെ എന്തെങ്കിലും ഒരു പൊതു സംവിധാനം വേണം നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് റേസ് ചെയ്യാൻ. ഇതിപ്പോ പലവരും പല രീതിക്കാണ് ബുക്ക് ചെയ്യുന്നത്. ആ ബുക്ക് ചെയ്യുന്നതിനൊന്നും ഒരു സേഫ്റ്റി ഇതില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ട്രാവൽ ചെയ്യും ഈ പാതിരാത്രി സമയത്ത്? തീർച്ചയായും അത് വളരെ പ്രസക്തമായ ഒരു നിരീക്ഷണമാണ് അരുണിൻ്റെ ഭാഗത്ത് നിന്ന്. ഇതിനൊരു സംവിധാനം ഇത് പരിശോധിക്കാനും യാത്രക്കാരുടെ സുരക്ഷിതത്വം അടക്കം ഇവർക്ക് എന്ത് സംവിധാനങ്ങൾ ഒരുക്കുന്നു എന്ന കാര്യമൊക്കെ പരിശോധിക്കാനും കൃത്യമായ എന്തെങ്കിലും മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ഈ സംഭവമെങ്കിലും അതിലേക്ക് വഴിവെക്കുമെന്ന് നമുക്ക് കരുതാം. നിരവധി പ്രേക്ഷകർക്ക് പ്രതികരിക്കാനുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. കാരണം അത്രത്തോളം അനുഭവമുള്ള ഒരുപാട് പേർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അന്യസംസ്ഥാനത്തേക്ക് പോകുന്ന ബസ്സുകളെ ആശ്രയിക്കുന്ന, അവരുടെ ഗുണ്ടായിസം സഹിക്കുന്ന, അവരുടെ കാടത്തം സഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പലരും പേടി കൊണ്ടും ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടതുകൊണ്ടും മാത്രം പ്രതികരിക്കാതിരിക്കുന്ന ആളുകൾ തന്നെയാണ്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച പലരും പ്രേക്ഷകരും പറഞ്ഞതും പങ്കുവച്ചതും തങ്ങളുടെ വേദനയും രോഷവുമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഏതായാലും സുരേഷ് കല്ലട ബസ് ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് മരട് പോലീസ് സ്റ്റേഷനിൽ ബസ് ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബസ് ജീവനക്കാർ 2 പേർ കസ്റ്റഡിയിലുണ്ട്. കടുത്ത പ്രതിഷേധം സമൂഹ മാധ്യമങ്ങളിലുടനീളം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ഇത്തരം കുറ്റക്കാരെ, ഇത്തരം ക്രിമിനലുകളെ അങ്ങനെ വിട്ടുകൂടാ. അവർ നടത്തുന്ന ഇത്തരം സംഭവങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. ഇനിയും ആവർത്തിക്കാൻ അവർക്കുള്ള പ്രേരണയാവരുത് നടപടി എടുക്കാഴിക ഇതുമായി ബന്ധപ്പെട്ട്. കാരണം ഒരു ചെറുപ്പക്കാരനെയാണ് 10-15 പേർ ചേർന്ന് മർദ്ദിക്കുന്നത്. അത് യാതൊരു കാരണവുമില്ലാതെ ഈ പറഞ്ഞതുപോലെ ബ്രേക്ക് ഡൗൺ ആയ സംഭവം ചോദ്യം ചെയ്തതിനെ തുടർന്ന് മാത്രം ഗുണ്ടായിസം കാണിക്കാൻ ഒരുങ്ങിയ ബസ് ജീവനക്കാർ അവരെ ഒരു തരത്തിലും വിടരുത് എന്ന രീതിയിൽ തന്നെയാണ് പ്രേക്ഷകർ പരമാവധി പ്രതികരിക്കുന്നത്. അത്തരത്തിലാണ് സോഷ്യൽ മീഡിയയിലടക്കം അഭിപ്രായം രേഖപ്പെടുന്നത്. ടോണി ചങ്ങനാശ്ശേരി, ടോണി, താങ്കളും ഇത്തരത്തിൽ ഒരു ബസ്സിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളാണെന്ന് കരുതുന്നു. താങ്കൾക്ക് ഈ സംഭവത്തിൽ ഉള്ള നിരീക്ഷണം എന്താണ്? ടോണി, കേൾക്കാമോ? ബഹ്റിൽ നിന്ന് മുനീർ എന്ന പ്രേക്ഷകനും ചേരുന്നു. മുനീർ, താങ്കൾക്ക് എന്താണ് ഈ സംഭവം കണ്ടപ്പോൾ തോന്നിയത്? ഞാൻ ഈ വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. വായിച്ചത് ഇവർ ക്രിമിനൽ ആയിട്ടാണ് ഇവർ മൈൻഡ് ചെയ്യുന്നത്. അതായത് കള്ളു കുടിച്ചതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒന്നുകിലൊരു പൗഡറൊക്കെ ഉണ്ടല്ലോ, മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു രീതിയിലുള്ള അതുപോലെയാണ് മനുഷ്യനെ അവർ ഉപദ്രവിക്കുന്നത്. അപ്പോൾ അവരോട് നമ്മളൊന്നും ചോദിക്കാൻ അവർക്ക് പറ്റില്ല. അവര് പറയുന്നത് നമ്മൾ കേട്ടോളാം. നമുക്ക് പറയാൻ എന്തെങ്കിലും ടൈം ലൈറ്റിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞല്ലോ, ഇത് വെറുതെ ഒരു കാര്യമില്ലാത്തൊരു വേണ്ടത്. ഇതുപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ബസ്സിൽ കയറിയ സമയത്ത്, മുമ്പ് ഞാൻ ഗൾഫിലേക്ക് വരുന്ന സമയത്തെ. അപ്പൊ നമുക്ക് പ്രതികരിക്കാൻ പറ്റിയൊരു സമയമല്ലായിരുന്നു അവിടെ. ആ സമയത്ത് പോലും അത്രയും രീതിയിലുള്ള ഒരു എന്താ പറയാ ഗുണ്ടായിസം ഒന്നല്ല, അതിലപ്പുറം ഉള്ള ഒരു ഇതാണ് ഇവരെടുത്തുന്നത്. ഇതിനൊക്കെ ഇപ്പോ നിയമപരമായിട്ട് നല്ലൊരു എല്ലാവരും പ്രതികരിക്കുന്ന നല്ലൊരു നിയമത്തിന്റെ മുന്നിൽ എത്തിക്കണം എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ശരി മുനീർ, താങ്കളുടെ വിലയേറിയ അഭിപ്രായത്തിന്. മുനീർ എന്ന പ്രേക്ഷകൻ ബഹ്റിൽ നിന്നും, അദ്ദേഹവും ഇത്തരത്തിൽ സമാനമായ അനുഭവങ്ങൾ ഈ ബസ് യാത്രയുമായി ബന്ധപ്പെട്ട് അനുഭവിച്ച ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വിഷയമാണ് അദ്ദേഹം പങ്കുവച്ചത്. ഇങ്ങനെ നിരവധി പ്രേക്ഷകർക്ക് തങ്ങളുടെ കാര്യങ്ങൾ പറയാനുണ്ട്. ഒരാൾ ഇത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം മറ്റുള്ളവർ അറിഞ്ഞ ഒരു സംഭവമാണിത്. ഇല്ലെങ്കിൽ മറ്റു പല സംഭവങ്ങളെയും പോലെ ഇതും വിസ്മൃതിയിലാണ്ട് പോയേനെയും, മറ്റുള്ളവർ അറിയാതെ കേസുകളിലേക്ക് കാര്യങ്ങൾ പോകാതെ ഇത് മറഞ്ഞു പോയേനെയും. കാരണം നമ്മൾ ഈ സമൂഹത്തിൽ പേടിച്ച് ജീവിക്കണം. ഇവരൊക്കെ വലിയ ഗുണ്ടകളാണ്. ഇവരെ തങ്ങൾക്ക് എന്ത് തോന്നിവാസവുമാകാം ഈ രാജ്യത്ത്. അത്തരത്തിലുള്ള ഭരണ സംവിധാനങ്ങളുടെ പിൻബലം തങ്ങൾക്കുണ്ട് എന്ന ഹുങ്കുള്ളവരാണ് ഇവർ പലരും. ഇവരെ നിയന്ത്രിക്കേണ്ട അത്യാവശ്യമാണ് എന്ന അഭിപ്രായമാണ് പല പ്രേക്ഷകരും പങ്കുവെക്കുന്നത്. യാത്രക്കാർ അനീഷ് അനീഷ് വീണ്ടും ചേരുന്നു. അനീഷ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉച്ചയ്ക്ക് മുമ്പ് ബസ് ഹാജരാക്കണമെന്നാണല്ലോ ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലീസ്. നടപടികൾ ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ? രഞ്ജിത്ത്, പ്രധാനമായും കല്ലട ഓഫീസിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഇതിന് തൊട്ടു മുമ്പ് 2 പേരെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. ഈ കൃത്യത്തിൽ ഉൾപ്പെട്ട 3ാമത് ഗിരിലാൽ എന്ന ഒരു ജീവനക്കാരൻ കൂടെ, അയാളെ കൂടെ കസ്റ്റഡിയിൽ എടുക്കാനുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലും ഈ മറ്റ് ദൃശ്യങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സംഘം ചേർന്ന് ആക്രമിക്കുക, മർദ്ദിക്കുക
തെരുവിളിക്കുക തുടങ്ങിയതടക്കമുള്ള വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഇനി വരും മണിക്കൂറുകളിൽ കൂടുതൽ വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തുന്നതിനുള്ള സാധ്യതകൾ പോലീസ് തള്ളിക്കളയുന്നില്ല. കാരണം ഒരു പ്രതിയെ കൂടി ലഭിക്കാനുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. എന്തായാലും വളരെ ഗൗരവമായി തന്നെ ഈ കേസ് കൈകാര്യം ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2 പ്രതികളും മരട് പോലീസ് സ്റ്റേഷനിൽ ഉണ്ട്. അല്പസമയത്തിനകം ബസ് ഈ മരട് പോലീസ് സ്റ്റേഷനടുത്ത് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതാണ്ട് ആലപ്പുഴ കഴിഞ്ഞ് ചേർത്തലയോട് അടുത്തിരിക്കുന്നു ബസ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ബസ് അല്പസമയത്തിനകം ഇവിടെ എത്തും. ഷബീർ എന്ന പ്രേക്ഷകൻ വയനാട്ടിൽ നിന്നും ചേരുന്നു. ഷബീർ, പറയാം. ഇത് ഞങ്ങൾ പണ്ട് ഇതേമാതിരി ബത്തേരി നിരോധന ഇപ്പൊ രാത്രി നിരോധനല്ലേ, ബത്തേരി രാത്രി നിരോധനം ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഇതേമാതിരി വന്നിട്ട് ഇവര് ഞങ്ങളെ വൈക്കുന്ന മൂത്രമൊഴിക്കാന്ന് പറഞ്ഞിട്ട് നിർത്താൻ പറ്റായിട്ട് ഇവരെ ബത്തേരി വന്നിട്ട് ഞങ്ങൾ അടിച്ച് ശരിയാക്കിയത് ഇവരെ. ബത്തേരി ഇവര് അതിനുശേഷം ഇവര് ബത്തേരിയുള്ള റൂട്ടിൽ കൂടെ നല്ലതായിരുന്നു. ഇപ്പാണ് ഈ രാത്രി ഇപ്പൊ കാട്ടുകൂടെ യാത്ര ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ മാനന്തവാടി വഴിയാണ് ഇവര് പോണത് ഇപ്പൊ കല്ലട. ശരി. അതുകൊണ്ട് ഇവരെന്ന് പറഞ്ഞ തണ്ട് പറഞ്ഞ ഇവര് വെള്ളം അടിച്ചിട്ടുള്ള പരിപാടിയാണിത്. കംപ്ലീറ്റ് പോലീസുകാർക്കും ഒക്കെ പൈസ കൊടുത്തിട്ടുള്ള പരിപാടിയാണിത്. ഈ അതേമാതിരി വണ്ടിന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാ അറിയോ, എത്ര ലോറി കൊണ്ടുപോകുന്ന സാധനങ്ങൾ വരെ ഈ വണ്ടിയിലുള്ളത്. ശരി ഷബീർ. അനീഷ് എന്ന പ്രേക്ഷകൻ ആലപ്പുഴയിൽ നിന്നും. അനീഷ്, പറഞ്ഞോളൂ. അനീഷ്, പറയാം. അനീഷ്, ആ ശബ്ദം, ടിവിയുടെ ശബ്ദം ഒന്ന് കുറച്ചോളൂ. അനീഷ് പറഞ്ഞോളൂ. പറയാം. ഞാൻ ഈ കല്ലട ബസ്സിൽ എപ്പോഴും യാത്ര ചെയ്യുന്ന ഒരാളായിരുന്നു. ഒരു വർഷം മുമ്പ് വരെ സ്ഥിരം യാത്ര ചെയ്യും. അപ്പൊ ഈ ബസ്സിലെ ഈ ജീവനക്കാർ എപ്പോഴും ഒരു ഗുണ്ടായിസം മോഡലാണ് ഇവരുടെ എപ്പോഴും ഒരു പെരുമാറ്റം. ഇവര് നമ്മള് വണ്ടിയിൽ കയറുന്ന അവിടെ ഇറങ്ങുന്നവരെ നമ്മൾ വീർത്തോണ്ടിരിക്കണം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്രമൊഴിക്കാൻ വല്ല അങ്ങനെ അപൂർവമായിട്ട് വല്ല മൂത്രമൊഴിക്കാനൊക്കെ മുട്ടാറുള്ളൂ. സാധാരണ നമ്മൾ എവിടെയെങ്കിലും കയറുന്നതിന് മുമ്പ് ടോയ്ലറ്റിലൊക്കെ കയറിയിട്ടാ പോണം. ഇനി അഥവാ എന്തെങ്കിലും ഒരു ജസ്റ്റ് എന്തെങ്കിലും നമുക്കൊന്ന് ഇറങ്ങണമെന്നോ വല്ലതും പറഞ്ഞാൽ ഇവരുടെ ഒരു പെരുമാറ്റം വളരെ ഗുണ്ടായിസ രീതിയിലാണ്. പലപ്പോഴും നമ്മൾ അവരുമായിട്ട് ചിലപ്പം ഉടക്കേണ്ടതായിട്ട് വരുന്നതുകൊണ്ട് തന്നെ യാത്ര ആയതുകൊണ്ടൊന്നും നമ്മൾ പലപ്പോഴും പ്രതികരിക്കാറില്ല. ചില സമയങ്ങളിൽ പ്രതികരിക്കേണ്ട വന്നാൽ പോലും പിന്നെ നമ്മൾ ആത്മസംവേദനം പാലിക്കും. ഇത് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആര് യാത്ര ചെയ്താലും ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് ഇതിനു മുമ്പ് വേറൊരു പ്രാവശ്യം നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പം വേറൊരു ആളുമായിട്ട് ഉടക്കിയിട്ട് അയാൾ ഇതേപോലെ എന്തോ പറഞ്ഞതിന് അവരെ സംഘടിപ്പിച്ചിട്ട് വേറൊരു സ്ഥലത്ത് വെച്ച് എല്ലാവരും കൂടെ തല്ലാനായിട്ട് പിടിക്കും. അങ്ങനെ നമ്മളെല്ലാം കൂടെ ഇടപെട്ടിട്ടാണ് അന്ന് അവരെ തല്ലാതെ. ഈ കല്ലട ബസ് മാത്രമല്ല, സ്ഥിരം ബാംഗ്ലൂർ ദീർഘദൂര ബസ്സുകൾ എപ്പോഴും ആ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റമുണ്ട്. അത് കർശനമായിട്ട് അത് ആ വിഷയം ഒന്ന് ഗവൺമെന്റും പോലീസൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ശരി അനീഷ്, നന്ദി പ്രതികരിച്ചതിന്. അനീഷ് അടക്കം ഒരുപാട് പ്രേക്ഷകർ അവരുടെ ഇതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും ദുഃഖങ്ങളും രോഷവും ഒക്കെ പങ്കുവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോൾ തന്നെ MS അനീഷ് കുമാറുണ്ട് കൊച്ചിയിൽ. അനീഷ്, തുടരാം. ഈ ബസ് ഇപ്പോൾ എത്ര സമയത്തിനകം എത്തും? അപ്പോൾ മറ്റ് കാര്യങ്ങളൊക്കെ പോലീസ് സജ്ജീകരിക്കുക എങ്ങനെയാണ്? ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക, ബസ് പിടിച്ചെടുക്കുക, കൂടുതൽ അന്വേഷണം നടത്തുക, കൂടുതൽ പ്രതികളുണ്ടോ എന്ന് കണ്ടെത്തുക, അത്തരം അന്വേഷണങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? MS അനീഷ് കുമാർ. രഞ്ജിത്ത്, 2-3 തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. ഒന്ന്, കല്ലടയിലെ മരടിലുള്ള ഓഫീസ് പോലീസ് പരിശോധിച്ചിരുന്നു. ഇവിടെ ഒന്നും യാത്രക്കാരുടെ യാത്രാരേഖകൾ അടക്കമുള്ള ആളുകൾ എത്ര യാത്രക്കാരാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്, ടിക്കറ്റിൻ്റെ നിരക്കടക്കമുള്ള കാര്യങ്ങൾ എല്ലാം പോലീസ് ശേഖരിച്ചിരുന്നു. ഇതിനുശേഷം സമീപത്ത് തന്നെയുള്ള പല സ്ഥാപനങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ഏത് തരത്തിലുള്ള ആക്രമണമാണ് നടന്നതെന്നടക്കമുള്ളവ പരിശോധിക്കാനായി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഇതിനുശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം ബസ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ബസ് ചേർത്തല ഭാഗം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം 2 പ്രതികളെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇവർ എനിക്ക് പിന്നിൽ കാണുന്ന മരട് പോലീസ് സ്റ്റേഷനിലുണ്ട്. ഒരാളെ കൂടി, ഗിരിലാൽ എന്ന ഒരാളെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട്. അയാളെയും അല്പസമയത്തിനകം അറസ്റ്റ് ചെയ്യും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പ്രാഥമികമായി ആക്രമിക്കുക, കല്ലുപയോഗിച്ച് മർദ്ദിക്കുക, തെറിവിളിക്കുക തുടങ്ങിയ ജാമ്യമുള്ള വകുപ്പുകൾ ചേർത്താണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മന്ത്രി AK ശശീന്ദ്രൻ ടെലിഫോൺ ലൈനിലുണ്ട്. മിനിസ്റ്റർ, ഈ സംഭവം വലിയ തോതിൽ ഒരു വിവാദമായിരിക്കുകയാണ്. ഇത് ഇവരെ നിയന്ത്രിക്കാൻ ആരുമില്ലേ? എന്ത് നടപടി സ്വീകരിക്കാൻ സാധിക്കും നമ്മുടെ സർക്കാരിന്? ഇത് അങ്ങേയറ്റം അപലപനീയമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് കമ്മീഷണറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ബസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കർണാടകയിലാണ്. അതുകൊണ്ട് തന്നെ കർണാടക ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി ബന്ധപ്പെടാനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്.
യാത്രക്കാരുടെ സുരക്ഷിതത്വത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏത് ഭാഗത്തു നിന്നുണ്ടായാലും അതിന് നിയമപരമായി എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയുമോ ആ നടപടികളെല്ലാം സ്വീകരിക്കും അതിനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നൽകിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഒരു കാരണവശാലും തുടരാൻ അനുവദിക്കാൻ പറ്റില്ല എന്ന നിലപാടാണ് ഗവൺമെന്റിനുള്ളത്. മിനിസ്റ്റർ, ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. ഈ സമാനമായ നിരവധി സംഭവങ്ങളുടെ അനുഭവം നമ്മളോട് സംസാരിച്ച പ്രേക്ഷകർക്ക് പങ്കുവെക്കുന്നുണ്ട്. ഇതൊരു സമാന്തര സംവിധാനമായി യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇവർ മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാൻ, ഇവരെ നിയന്ത്രിക്കാൻ സ്ഥിരമായി എന്ത് സംവിധാനം, എന്ത് കാര്യം സർക്കാരിന് ചെയ്യാനാകും? അത്തരം കാര്യവും ആലോചനയിലുണ്ടോ? ഇത്തരം ഈ കോൺട്രാക്ട് കാരേജ് എന്ന പേരിൽ രജിസ്ട്രേഷൻ നടത്തുകയും സ്റ്റേജ് കാരിയർ എന്ന നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഈ അന്തർ സംസ്ഥാന സർവീസ് വളരെ വർദ്ധിച്ചു വന്നിട്ടുണ്ട് എന്ന നിങ്ങളുടെ നിഗമനം ശരിയാണ്. അത് നിയന്ത്രിക്കുന്നതിന് രണ്ട് സംസ്ഥാന ഗവൺമെന്റുകളും കൂടി ആലോചിച്ച ശേഷം മാത്രമേ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ. നമ്മുടെ ഈ കർണാടകത്തിൽ രജിസ്ട്രേഷൻ ഉള്ളവരാണ് ഇത്തരം ബസ്സുകളിൽ 90% കർണാടക രജിസ്ട്രേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെർമിറ്റ് റദ്ദു ചെയ്യുക തുടങ്ങിയ നടപടിയിലേക്ക് പോകാൻ നിയമപരമായി എത്രത്തോളം സാധിക്കും എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആ പരിശോധനയും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നതാണ്. അതായത് ഇവർ വലിയ സ്വാധീനമുള്ളവരാണ്, ഇവർക്ക് ഭരണതലത്തിലൊക്കെ സ്വാധീനമുണ്ട്, അതുകൊണ്ട് ഇവരെ നിയന്ത്രിക്കാൻ സാധിക്കില്ല, അതുകൊണ്ടാണ് പലരും പേടിക്കുന്നത് എന്നൊക്കെ ഈ പ്രതികരിക്കുന്ന യാത്രക്കാരും ജനങ്ങളുമൊക്കെ പറയുന്നുണ്ട് പലപ്പോഴും. അതിൽ വാസ്തവമുണ്ടോ മിനിസ്റ്റർ? യാത്രക്കാരുടെ പ്രതികരണം അവർക്കുണ്ടായ പ്രയാസം എന്നുള്ള സ്വാഭാവികമായ പ്രതികരണമാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് നിയമാനുസൃതം പ്രവർത്തിക്കാനുള്ള നിലപാട് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് മാത്രമാണ് എനിക്ക് ഇപ്പോൾ ഉറപ്പ് പറയാനുള്ളത്. ശരി, വളരെയധികം നന്ദി മിനിസ്റ്റർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നത് ശക്തമായ നടപടി ഉണ്ടാകും. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് കർണാടക രജിസ്ട്രേഷൻ ബസ്സാണ്, അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു, നടപടികൾ ഉണ്ടാകും, ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് മന്ത്രി.